സമ്മേളനത്തിനടുത്ത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ പൂയംകുട്ടി തണ്ട് മേഖലകളിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ഫെൻസിംഗ് തകർത്താണ് കാട്ടാനയുടെ പരാക്രമം. കർഷകന് ഒരു വർഷത്തെ അധ്വാനമാണ് ഇന്നലെ നഷ്ടമായത്. കാട്ടാനശല്യം രൂക്ഷമായ പൂയംകുട്ടി മേഖലയിൽ ഇന്നലെ പുലർച്ചെ ഇറങ്ങിയ കാട്ടാനക്കൂട്ടമാണ് കർഷകന്റെ കൃഷി എത്രയും നശിപ്പിച്ചത്. ഫെൻസിംഗ് തകർത്താണ് കാട്ടാനക്കൂട്ടം കൃഷിയിടത്തിൽ കടന്നത്. കാക്കനട്ട് റോയ് എന്ന കർഷകന്റെ കൃഷിയാണ് കാട്ടാനക്കൂട്ടം ചവിട്ടി മെതിച്ചത്. കൃഷിയിടത്തിലെ ഫെൻസിങ്ങും കയ്യാലയുമെല്ലാം ആനക്കൂട്ടം തകർത്തെറിഞ്ഞു. വാഴ, റബ്ബർ, കൊക്കോ, കുരുമുളക് തുടങ്ങിയവയെല്ലാം നശിപ്പിച്ചു. തന്റെ ഒരു വർഷത്തെ അധ്വാനം മുഴുവൻ പാഴായെന്ന് കണ്ണീരോടെ റോയ് പറയുന്നു. ഒരു 10-80 ഏത്തവാഴയും ഒരു 10 പൂവൻ വാഴയും 15 റബ്ബർ തയ്യ്, ഒരു വർഷം പ്രായമായത്, കുറച്ച് കൊടി, കൊക്കോ മുതലായ സാധനങ്ങളെല്ലാം നശിപ്പിച്ചു. എൻ്റെ ഒരു വർഷത്തെ അധ്വാനം മൊത്തം ഇതോടുകൂടി തീർന്നു. നിരന്തരം ആനശല്യമുണ്ടാകുന്ന പ്രദേശമാണ് പൂയംകുട്ടി മേഖല. വന്യമൃഗശല്യം രൂക്ഷമായതോടെ നിരവധി കുടുംബങ്ങൾ ഇവിടെ നിന്ന് വീടും സ്ഥലവും ഉപേക്ഷിച്ച് മറ്റു പ്രദേശങ്ങളിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. ആനയുടെയും മറ്റ് കാട്ടുമൃഗങ്ങളുടെയും ശല്യം മൂലം യാതൊന്നും കൃഷി ചെയ്തിട്ടും കാര്യമില്ലാത്ത അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു. റബ്ബർ മരങ്ങൾ ഉൾപ്പെടെ കാട്ടാനക്കൂട്ടം നശിപ്പിക്കാറുണ്ട്. മറ്റ് മൃഗങ്ങളുടെ ശല്യവും കർഷകർക്ക് വലിയ ദുരിതമാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.